ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ അവർ ലൈഫ്. ഇവിടെ എല്ലാവരും ഉണ്ട്, ഏട്ടൻ, അച്ഛൻ, അമ്മ, മോൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ചേർത്തിട്ടൊരു ചെറിയ വീഡിയോ. അപ്പോൾ രാവിലെ തന്നെയാണ്, പണിയെല്ലാം ഉണ്ട്, പണിയിലെല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ അവർ ലൈഫ്. അപ്പോൾ എല്ലാവരും കാണുക. നമ്മളെ വീട്ടിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ ചില കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് സാധാരണ ഒരു ഞായറാഴ്ച നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണോ നടക്കുക അത് തന്നെ ഇതിലും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം പണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ അടിച്ചു വരാനുണ്ടായിരുന്നു. കുറച്ച് പെട്ടെന്ന് കഴിയുന്ന മിറ്റാണ്. ഈ മിറ്റത്ത് നിലത്ത് ഇത് ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ചു വാരി കഴിയും. പക്ഷേ ഫുള്ളായിട്ട് അടിച്ച് വാരണം. വൃത്തികേടായി കഴിഞ്ഞാൽ പെട്ടെന്ന് വൃത്തികേടാവും, വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലോണം വൃത്തിയാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മിറ്റാണ്. അപ്പോൾ അങ്ങനെ രാവിലെയും വൈകുന്നേരം എല്ലാവരും അങ്ങനെ അടിക്കുമായിരിക്കുമല്ലോ. ഇവിടെ അങ്ങനെ അടിച്ചിട്ടില്ലെങ്കിൽ നല്ല വൃത്തികേടായിരിക്കും. അപ്പോൾ അങ്ങനെ രാവിലെയും വൈകുന്നേരം 2 നേരം മിറ്റടിക്കും. അച്ഛൻ ചെടിക്ക് വെള്ളം നനക്കുന്നുണ്ട്. ഞാനിങ്ങനെ 4 സൈഡും മിറ്റൊക്കെ അടിച്ച്. ഏട്ടനും ഇശാനൊന്നും എണീറ്റിട്ടില്ലാന്ന് തോന്നുന്നു. 7 മണി ആ ടൈമാണെന്ന് തോന്നുന്നേ. ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. അവർ എഴുന്നേറ്റിട്ടുണ്ട്, അകത്തുണ്ട്. അപ്പം അങ്ങനെ മിറ്റടിച്ചു. അമ്മയാണ് അടുക്കളയിൽ ഇന്ന്. അമ്മ അടുക്കളയിലും എനിക്ക് അടിച്ചു വരാനുണ്ട്, മിറ്റടിക്കാനുണ്ട്, അങ്ങനത്തെ പണികളൊക്കെ ഞാനും ചെയ്യും. അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരിങ്ങനെ മാറി ചെയ്യുന്നതാണ്. ഓരോരുത്തർ ഇഷ്ടം പോലെ മാറി ചെയ്യും. അപ്പം അങ്ങനെ മിറ്റമൊക്കെ അടിച്ചു വാരി രാവിലെ ഇങ്ങനെ മിറ്റത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് ചെടിയെല്ലാം നോക്കി. നല്ല രസമാണ്. ചെടി ഇവിടെ കുറേ ഉണ്ടായിരുന്നേ, എല്ലാം പോയി. എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് ചെടിയെല്ലാം പോയി. അപ്പോൾ ഇവിടെ വേറൊരു പൂ വിരിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, പെർഫ്യൂം മണക്കുന്ന പോലെ. അത് ഞാനിങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് മണത്ത് നോക്കും. നല്ല സ്മെല്ല് തന്നെ പറഞ്ഞിങ്ങനെ ശരിക്കും നമ്മൾ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ തുറന്നൊരു സ്മെല്ലാണ്. ഇതിനെ കൊണ്ടാണോ പെർഫ്യൂം ഉണ്ടാക്കുന്നതെന്ന് വരെ ചിന്തിച്ചു, അങ്ങനത്തെ സ്മെല്ല്. അപ്പം അങ്ങനെ മിറ്റടിയൊക്കെ കഴിഞ്ഞ് പിന്നെയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ എന്താ, അലക്കാൻ ചില ദിവസം ഭയങ്കര മടിയായിരിക്കും. പക്ഷെ ചില ദിവസം കുഴപ്പമുണ്ടാവില്ല. ചില ദിവസം മടിയെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അലക്കേണ്ട ഡ്രസ്സ് കാണുമ്പോൾ തന്നെ കുറേ ഉണ്ടെങ്കിൽ നല്ല മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞായറാഴ്ച പെട്ടെന്ന് പണി തീർത്തിട്ട് എവിടെയെങ്കിലും പോകണം അങ്ങനെയെല്ലാം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ചോറെല്ലാം കഴിച്ചിട്ട് എവിടെയെങ്കിലും പോകണം എന്നെല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേഗം പണിയെല്ലാം തീർക്കും. അപ്പോൾ അങ്ങനെ ഇനി അലക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണേ. എന്താണ് മമ്മി പരിപാടി? കറി ഉണ്ടാക്കുന്നു. എന്ത് കറി? മുട്ടക്കറി. ഇതെന്താ? മുട്ട വറുക്കാൻ വെച്ചത്. മുട്ടക്കറി ഒരു ഒറ്റ വിസിൽ വന്നാൽ നല്ലോണം വെന്തോളും. കടിയോ? കടി പുട്ടും മുട്ടക്കറിയും. ഞാൻ അലക്കട്ടെ. ഇത് ചേർക്കാൻ പറ്റുമോ അമ്മ മുട്ടക്കറിയില്? ഇത് സാമ്പാറിന്റെ ഇതല്ല മറ്റേത്. ഇതാണ് മുട്ടക്കറി. ഞാനിപ്പോ വാങ്ങിയത് രസമുണ്ടാവല്ലേ? ഓ, അതാണ് ഇന്ന് അടുക്കളയിൽ നിന്ന് പണിയില്ലല്ലോ. രാവിലെ അലക്കണ്ട എല്ലാം അലക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ ചായൻ്റെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടാവും. മുട്ടക്കറിയും പുട്ടാണ്, അത് കഴിക്കണം. അലക്കേണ്ടത് കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി മുക്കാപ്പണി തീർന്നൊരു സുഖമാണ്. അപ്പം അങ്ങനെ അലക്കേണ്ടതെല്ലാം ഇങ്ങനെ ആറിയിട്ട്, നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ വീടാണ്. പക്ഷേ ഇത് ഞാൻ ഈ ആറിയിടുന്ന മിറ്റം ഇളയമ്മൻ്റെ വീട്ടിൻ്റെയാണ് കേട്ടോ. നേരെ ഇപ്പുറം തന്നെ അടുത്തടുത്ത വീടാണ്. അപ്പം അങ്ങനെ എല്ലാവരുടെ ഡ്രസ്സും അലക്കി, കുറച്ചുണ്ടായിരുന്നു അലക്കാൻ. പക്ഷെ എല്ലാവരും അലക്കി ആറിയിട്ട് കഴിയുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. അപ്പം അങ്ങനെ അലക്കി കഴിഞ്ഞ് പിന്നെ എന്താ, ഞായറാഴ്ചയല്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവർക്കെല്ലാം എവിടെയല്ലോ പോകണം, അച്ഛനും അമ്മക്കും എവിടെയോ പോകണം. ചായം കുടിച്ചപാട് പോവും. ഉച്ചക്ക് തന്നെ തിരിച്ചു വരും. പക്ഷെ ഇപ്പോൾ പോകണം. അപ്പോൾ ചായം കുടിച്ചിട്ട് അവരെല്ലാം പോവും. ഏട്ടനും ഞാനും വീട്ടിൽ തന്നെ ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചോറെല്ലാം കഴിച്ചിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ. അച്ഛനും മോനും കൂടി വണ്ടി കഴുകുന്ന. ഇഷാനെ എന്നാ ചെയ്യുന്നേ? ഇങ്ങനെ കുളിപ്പിക്കണ്ട. നമ്മളെ വണ്ടിക്കാകും മറ്റേ വലിയ വണ്ടിയാകും മൂന്നൊരു സങ്കടം. ഓ, ടയർ.
മതി മതി ഇഷാനെ മതിയടാ എടാ മതിയടാ. സങ്കടം, ഭയങ്കര സങ്കടം. എന്നിട്ട് ഇനി ഓന്റെ വണ്ടി കുളിപ്പിച്ചാലോ? സങ്കടം വലിയ വണ്ടി കാണുമ്പോൾ സങ്കടം മാറ്റേ അച്ഛനും മോനും കൂടി. ഇഷാൻ എന്താ പരിപാടി? വണ്ടീനെ കുളിപ്പിക്കാനാ? ഇഷാൻ ഇങ്ങ് വാ 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 പള്ളിയേക്കാല വാ. ഇങ്ങ് വാ ഇങ്ങ് വാ ഇങ്ങ് വാ ഇങ്ങ് വാ ഇങ്ങ് വാ. കുളിപ്പിച്ച് കഴിഞ്ഞ് വാ ഇനി. ആ ഇങ്ങോട്ട് നോക്ക്. ഇതെന്നാ കയ്യും കെട്ടി തന്നിട്ട് നോക്ക്. എനിക്ക് പോയിട്ട് കയറാ. ഞാരാ അച്ഛനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന മോയെ. അതന്നെ കയ്യും കെട്ടി എന്നിട്ട് പറഞ്ഞാ പോരാ. അങ്ങ് പോയിട്ട് കഴുക്. ഇനി വാ ഇനി വാ ഇങ്ങോട്ട് നോക്കട്ടെ. ഇന്ന് എന്നാന്നറിയാ ചായക്ക്? എന്നാ പുട്ടും മുട്ടക്കറിയും. ഹായ്. മുട്ടക്കറി ചായ തിളക്കുന്നു. ചോറിനുള്ള വെള്ളം, ചോറിന്റെ വെള്ളം, ചായ. കഴിക്കുന്നേ കഴിക്കടാ കഴിക്ക്. ഹായ്. ഇതെന്നാ അച്ഛാ? അത് അച്ഛൻ കറി എടുത്ത് തന്നെയാണ്. ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, മുട്ടക്കറി, ചായ, പാല, ഹോർലിക്സ്. ഇഷാൻ താഴെയാന്നേ. ഇഷാൻ ഈ ഹൈഡി ഇല്ലാണ്ട് കഴിക്ക്. കറിയൊന്നും ആയിട്ടില്ല കേട്ടോ. കറിയാക്കാനുണ്ട്, പിന്നെ ഉച്ചക്കത്തെ സംഭവങ്ങളിലാക്കാനുണ്ട്. അതിലേക്ക് രാവിലത്തെ കഴിഞ്ഞാണ്ട് പ്രിപ്പറേഷൻ എല്ലാം ഒതുക്കി വെക്കുന്ന പരിപാടിയാണ്. എനിക്ക് എന്താ മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ അടുക്കള നീറ്റായിട്ടിരുന്നാൽ എൻ്റെ പണി പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാം വാരി വെച്ചിട്ടുണ്ടാകുമ്പോൾ എല്ലാം ഒന്നും ഒരുങ്ങില്ല. അത് വൃത്തിയാവില്ല, പണിയൊന്നും ഒരുങ്ങില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ അടുക്കള ഒന്ന് ക്ലീനാക്കി വെക്കും. അമ്മയും അച്ഛനെല്ലാം പോയി കേട്ടോ. അവർക്ക് ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി. ഏട്ടനും ഇല്ല. ഏട്ടനും മീൻ വാങ്ങാൻ പോയിട്ടുള്ളത്. മോനെയും കൂട്ടിയിട്ടുണ്ട് അച്ഛനും അമ്മയും. അപ്പോൾ ആരും ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണിയെല്ലാം തീർക്കാൻ പറ്റും. അപ്പോൾ എനിക്കിങ്ങനെ മെയിനായിട്ട് എന്ന് പറയുമ്പോൾ ആദ്യം അടുക്കള ഒന്ന് വൃത്തിയാവണം. അതാണ് എൻ്റെ മെയിൻ സംഭവം. അടുക്കള ക്ലീൻ ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പണിയും കഴിയും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഉച്ചക്കത്തിലാക്കുമ്പോൾ ഒരു സമാധാനമല്ല. അപ്പോൾ ഉച്ചക്കത്തെ കറിയാക്കണം. ചോറിൻ്റെതെല്ലാം നേരത്തെ വെച്ച് ചോറൊക്കെ വറുത്തിയാണ്. അപ്പോൾ കറി വെക്കണം, വറവാക്കണം, മീൻ കൊണ്ടുവന്ന മീൻ പൊരിക്കണം. അത്രയേ ഉള്ളൂ. മീൻ ചോറ് തിന്നാനാവുമ്പോൾ ആ സമയത്തേ പൊരിക്കുള്ളൂ. സാമ്പാറിൻ്റെ ചിക്കൻ കടല അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അരവാണ്. നല്ല ടേസ്റ്റാണ്. ഈ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് വേവിച്ച് വെച്ചിട്ട് പരിപ്പും വെള്ളരിക്കും നിങ്ങളുടെ അടിയിൽ വെക്കുമെന്ന് അറിയില്ല. വെക്കുമായിരിക്കൂല എല്ലാവരും. പരിപ്പും വെള്ളരിക്കും. ഇതിന് തോല് പോക്കും തോന്നുന്നു. തോല് പോക്കിട്ട് ഇത് ഈ കറിയില്ലേ എത്ര വെച്ച് കഴിഞ്ഞാലും പിന്നെ വെക്കുമ്പോൾ മറന്നു പോകും. ഇവിടെ അമ്മ ഉണ്ടാകുമ്പോൾ ഒരു 100 പ്രാവശ്യം അമ്മേനെ വിളിച്ചിട്ട് ഓരോ കറി ഉണ്ടാക്കുക. അമ്മയത് അങ്ങനെയില്ലേ, അമ്മ അതിങ്ങനെയല്ലേ. ഇപ്പൊ തോല് പോക്കും തോന്നുന്നില്ലേ? ഇവിടെ തോല് പോക്കും. പരിപ്പിലിടുമ്പോൾ വെള്ളരിക്കേൻ്റെ തോല് പോക്കും ഒന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അമ്മ വന്നിട്ട് അമ്മ കേൾക്കാം. അമ്മയും അച്ഛനെല്ലാം ഒരു സ്ഥലം വരെ പോയി. ആയിട്ട് മീൻ മേടിക്കാൻ പോയി. ഞായറാഴ്ച ആകുമ്പോൾ എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ട് മീൻ. പക്ഷേ എന്തെങ്കിലും സ്പെഷ്യൽ മീൻ വേണമെങ്കിൽ ഇവിടെ വരില്ലല്ലോ. അതുകൊണ്ട് വാങ്ങി ഇവിടെ അടുത്ത് തന്നെ പോയിട്ട് വാങ്ങിയിട്ട് വരണം.
പിന്നെ ഞായറാഴ്ച എല്ലാവരും ഉണ്ടാവും ഇവിടെ, അങ്ങനെ ആരും പുറത്ത്. പിന്നെ വൈകുന്നേരം എവിടെയെങ്കിലും പോകും, അങ്ങനെ ചെയ്യും. പക്ഷെ ഇന്ന് അവർക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം നോക്കാൻ അങ്ങനെ എന്തോ ഉണ്ട്, സ്ഥലത്തിന് എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അവരെല്ലാം കുറച്ച് ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞ് അവിടെ പോയി. രാവിലെ ആവലുണ്ട് സാധാരണ, ചോറും കറിയെല്ലാം രാവിലെ ആവലുണ്ട്. പക്ഷെ ഇന്ന് എല്ലാം ലേറ്റായി പോയി. അലക്കൽ അടിച്ചു വരണം, അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറ് വാർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിയാക്കണം, മീൻ കൊണ്ടുവന്ന മീൻ വിൽക്കാൻ മതി. അപ്പോൾ എപ്പം ഞാൻ വെള്ളരിക്ക ഇങ്ങനെ മുറിച്ച്, വെള്ളരിക്കയുടെ ഉള്ളിലുള്ള ഇത് അമ്മക്ക് വേണ്ടി വരും. അമ്മക്ക് മൂത്ത ഫേസ് പാക്കറാണ്. അമ്മ ഭയങ്കരമായിട്ട് സ്കിന്നെല്ലാം കെയർ ചെയ്യുന്നതാണ്, നന്നായിട്ട് നോക്കും സ്കിന്നെല്ലാം. നമ്മളെ പോലെ ഞാനിപ്പോ കെയർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ വലിയ രീതിക്കൊന്നുമല്ലേ, ചെറിയ രീതിക്ക് കെയർ ചെയ്യും. അമ്മ അങ്ങനെയല്ല. ഈ ബീട്രൂട്ട് ക്യാരറ്റ് എന്ന ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും കെയർ ചെയ്യും. അപ്പോൾ വെള്ളരിക്കയുടെ ഇത് നമ്മൾ കളയുകയാണ്. അമ്മയുണ്ടെങ്കിൽ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. അമ്മയില്ലാത്തതുകൊണ്ട് നമ്മളിത് കളയാൻ പോകുകയാണ്. പിന്നെന്താ, എനിക്കിത് വൈകുന്നേരം ആയിരിക്കും പോകണം. ഇപ്പോൾ ഇവരോട് ചോദിച്ചു നോക്കട്ടെ, കഴിഞ്ഞ് പോകാം 100 പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുപോകും. അയ്യോ, എപ്പോഴും അല്ലേ ഇങ്ങനെ. ഇപ്പം നമ്മളതിന് ഇടക്കിടക്ക് കഴിഞ്ഞ് പോകുന്നത്. ഇപ്പം നമ്മൾ കുറേ എവിടെയും പോകാണ്ട് ഇങ്ങനെ പോക്കുണ്ട്. പക്ഷേങ്കിൽ ഞായറാഴ്ചയെല്ലാം വീട്ടിൽ തന്നെ. ഇപ്പം എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അതിനെയാണ് എനിക്കും ഇഷ്ടം. അങ്ങനെ തന്നെ ഇപ്പോൾ ശരിക്കും പോകണം. പോയിട്ട് ഇങ്ങനെ മടുത്തോ ചോദിച്ചു നോക്കട്ടെ. എവിടെയും പോയിട്ട് ബ്ലോഗ് എടുക്കാമല്ലോ. ആരില്ലാണ്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ മടുപ്പാ. ഇവിടെ എല്ലാവരും വേണം. അച്ഛൻ, അമ്മ, ഏട്ടൻ, അമ്മുണ്ട്, അതായത് പെങ്ങള്, ഏട്ടൻ്റെ അനിയത്തി, അവരും ഓരോ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടാവും. നല്ല രസമാണ്. നല്ല ആളും ഇതെല്ലാം ആയിട്ട്. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഭയങ്കര മടുപ്പാണ്. എന്തോ ഭയങ്കര സങ്കടമാവും. എല്ലാവർക്കും നല്ലോണം അറിയില്ല. ഒരു ദിവസം ഇവിടെ അച്ഛനും പെങ്ങളൊന്നും ഇല്ല. പെങ്ങളെല്ലാം അങ്ങനെയുള്ള സമയത്ത്, ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള സമയത്ത് അച്ഛനും അമ്മയും ഗുരുവായൂർ പോയി 2-3 ദിവസം. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്ത്. ഭയങ്കര മടുപ്പ്, സങ്കടം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഏട്ടനും ഉണ്ട്. പക്ഷെ ഭയങ്കര സങ്കടം. എല്ലാവരും ഉണ്ടായിട്ട് ശീലിച്ചു പോയി. നമ്മുടെ ഇളയമ്മേൻ്റെ വീട് തൊട്ടപ്പുറത്താ. നമ്മൾ ആവിയുമ്പോൾ കണ്ടില്ലേ, ആ വീട് ഇളയമ്മേൻ്റെ. അപ്പോൾ അവിടെയും ഉണ്ട് 2 ആൾ. അപ്പോൾ 2 കസിൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് ശീലമായിപ്പോയി. അതാണ്, ആരും ഇല്ലാണ്ടാവുന്നതൊക്കെ ഭയങ്കര മടുപ്പാണ്. ഇപ്പം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് കഴുകി എന്നിട്ട് പോയില്ല, കഴുകിയിട്ടാണ് മുറിച്ചത്. അപ്പോൾ കൈവെള്ളിൽ ഉണ്ടാവുമല്ലോ അഴുക്ക്, അങ്ങനെയൊന്നും ഇല്ലട്ടാ. നമ്മൾ പരിപ്പ് ഒഴിച്ച്, അയ്യോ പരിപ്പ് വന്നടിച്ചു. അപ്പോൾ പരിപ്പ് വേവിച്ച് വെക്കണേ. പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. പരിപ്പ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. വെള്ളരിക്ക ഇങ്ങനെ ഞാൻ തോന്നുന്നു മുറിക്കുക. ഇപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ അമ്മ വന്നിട്ട് വെക്കാം. ഉണ്ടാക്കുക കറിയെല്ലാം. പക്ഷേ ഇത് അമ്മ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാം അമ്മേനോട് ചോദിച്ചു എപ്പോൾ ചോദിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഓർമ്മയില്ലാത്തതും ചോദിക്കാനില്ല. മഞ്ഞൾപ്പൊടി അത്യാവശ്യം വേണം. മഞ്ഞൾപ്പൊടി ഇല്ലാത്ത കറിയുണ്ടോ? കുറുമയുണ്ട്. മുളക് പൊടി അത്യാവശ്യം വേണ്ട. നിങ്ങൾ വിചാരിക്കാൻ എനിക്കൊന്നും വെക്കാനൊന്നും അറിയില്ലാന്ന്. ഞാൻ ഉണ്ടാക്കുക. ഞാൻ അത്യാവശ്യം കറിയിലുണ്ടാവും. ഉപ്പ് നമുക്ക് കുറച്ച് മഞ്ഞൾക്കാം. വെള്ളം എനിക്ക് നല്ല കൈപുണ്യാണ്. എൻ്റെ അമ്മമ്മേൻ്റെ കൈപുണ്യം കിട്ടിയത്. അമ്മയും നല്ലോണം ഉണ്ടാക്കും, ഇവിടുത്തെ അമ്മയും നല്ലോണം ഉണ്ടാക്കും, എൻ്റെ അമ്മമ്മയും നല്ലോണം ഉണ്ടാക്കും. അതെല്ലാവരും കൂടെ കേട്ടി. ഞായറാഴ്ച കുറച്ച് ചളി കിടന്നോട്ടെ, ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോറടിക്കണ്ടല്ലോ. അപ്പോൾ ഇത് ഇടുന്ന വിസിൽ കറക്റ്റ് നമുക്ക് വേറെ പണിയിട്ട് വരാം. അപ്പം അങ്ങനെ തേങ്ങയിൽ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വറുത്തിടണം. ഇതാണ് മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല അയക്കൂറ, പിന്നെ കയപ്പക്ക വറവ്, ഇത് ചോറ്, പരിപ്പ് കറി, ഇത് അമ്മേൻ്റെ ചോറ്. സമയം വൈകുന്നേരമായിട്ടാ. ഉച്ചക്ക് ചോറ് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും കിടന്നുറങ്ങി. ചോറ് നിന്ന് എല്ലാവരും കിടന്നുറങ്ങി. ഇപ്പോൾ വൈകുന്നേരമായി, ചായ എല്ലാം കഴിഞ്ഞു. ഇതാ പാല് വന്നിട്ടുണ്ട്, നാളത്തേക്കുള്ള പാല് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. രാത്രിത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. രാത്രി ഇവിടെ ആരും ചോറ് കഴിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. പിന്നെ ചെടിക്ക് വെള്ളം നനക്കാനുണ്ട്.
അപ്പം എന്താ അങ്ങനെ തന്നെ ഇതെല്ലാമാണ് ഞങ്ങളെ ലൈഫ്. വേറെ എങ്ങനെ സ്പെഷ്യലായിട്ട് പുറത്ത് പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇന്ന് സമയം കിട്ടിയില്ല. ഉറങ്ങിപ്പോയതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഇനിയിപ്പോൾ പിന്നെ അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ വേറൊരു ദിവസം പോവാം. അപ്പോൾ ഹലോ, രാത്രിയായി. അങ്ങനെ രാത്രി എല്ലാരും നാളെല്ലാം ഇങ്ങനെ ഇവിടെ അടുത്തുള്ള ഇളയമ്മേന്റെ വീട്ടിൽ പോയതമ്മേ. എവിടെയും അമ്മ ഒന്നും പറയുന്നില്ല. വീട്ടില് അമ്മേനെ ഇവിടെ ഒരു കുരു അതിന്റെ സങ്കടത്തില്ല. ഇതാ പ്രേമക്കുരു. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പെല്ലാം പണ്ടത്തെ. വീഡിയോ വരേണ്ടത്, വീഡിയോ വന്ന് എനിക്കൊന്ന് സൈഡായിട്ട് പോകുന്നോണ്ടായിരിക്കും. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഇപ്പോ എല്ലാ സംഭവം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അല്ലെ, നമ്മൾ പോയതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരും ഉള്ളതുകൊണ്ട്. അപ്പൊ ഇതാണ് നമ്മളൊരു ദിവസത്തെ കുഞ്ഞ് ഡേ ഇൻ അവർ ലൈഫ്.